മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? മാതാപിതാക്കളെയൊക്കെ അനുസരിക്കാറുണ്ടോ? ഉണ്ടല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പാഠഭാഗം, 2-ാം പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ദൈവീക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ. ആ പാഠഭാഗം പല തവണ വായിച്ചോ നിങ്ങൾ? അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തോ? ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്ബുക്കിലൊക്കെ എഴുതി ചെയ്യാൻ വേണ്ടി ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ചെയ്ത് ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തോ? ചെയ്തു അല്ലേ? ആരും ചെയ്യാത്തതില്ലല്ലോ. ഓക്കെ, ഇന്ന് നമ്മൾ പുതിയ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒത്തിരി ആഗ്രഹത്തോടെയാണോ മക്കൾ വന്നിരിക്കുന്നത്? അതെയല്ലേ. നമുക്ക് എന്നാലൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. കുഞ്ഞുമക്കൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കൈകളൊക്കെ കൂപ്പി കണ്ണടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദിവ്യനാഥ, അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിന്ന് ഇവിടെ ആയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഓക്കെ, എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരുന്നു. 2-ാം പാഠത്തിൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയത് നമ്മൾ കണ്ടല്ലേ. ദൈവവുമായുള്ള അവരുടെ ബന്ധം വിച്ഛേദിച്ചു. 3-ാം പാഠം നമ്മൾ പഠിക്കുന്നത് പാപം ബന്ധങ്ങളെ തകർക്കുന്നു. പാപം ബന്ധങ്ങളെ തകർക്കുന്നു. ദൈവവുമായുള്ള ബന്ധം കൂടാതെ ഏതൊക്കെ ബന്ധങ്ങളാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ തകർക്കപ്പെടുക? ഈ പാഠഭാഗത്തിലൂടെ നമുക്കത് കാണാം. നിങ്ങളുടെ ക്ലാസ്സിൽ 2 ആൺകുട്ടികൾ വഴക്കുണ്ടാക്കി. ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു. 2 പേരെയും അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്, ആരാണ് ആദ്യം വഴക്ക് തുടങ്ങിയത്? ഒരു കുട്ടി പറയും, ടീച്ചറെ അവനാണ്. മറ്റേ കുട്ടി പറയും, ടീച്ചർ അല്ല, ഞാനല്ല, അവനാണ്. അങ്ങനെയല്ലേ സാധാരണ കേസിൽ പറയുക? ടീച്ചർ പറയട്ടെ മക്കളെ, നമ്മൾ വഴക്ക് കൂടാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങൾ നല്ല കുട്ടികളല്ലേ. അങ്ങനെ നമ്മൾ അറിയാതെ വഴക്ക് കൂടിയെന്ന് വിചാരിക്കുക. നമ്മൾ വഴക്ക് കൂടിയെങ്കിൽ അത് ടീച്ചറിനോട് പറയാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ ടീച്ചറിനോട് പറയണം, സോറി ടീച്ചറെ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ ടീച്ചറിന് നിങ്ങളോട് ഒത്തിരി അധികം ഇഷ്ടം തോന്നും. അതുപോലെ ആദ്യ മാതാപിതാക്കളെ ദൈവം അടുത്ത് വിളിച്ചിരിക്കുകയാണ്. അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് ചോദിക്കാൻ. അവരെന്തൊക്കെയായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? നമുക്കറിയാൻ കൊതിയാവുന്നുണ്ടല്ലേ. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം അല്ലേ? അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനതു തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. കണ്ടോ? ദൈവം ആദത്തോട് ചോദിച്ചു, ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിലെ ഫലം നീ കഴിച്ചോ? ആദം എന്താ പറഞ്ഞേ? അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയില്ലേ ഹൗവ, അവൾ തന്നതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. ഹൗവയോട് ചോദിച്ചു, നീ ആ പഴം കഴിച്ചോ? ഹൗവ എന്ത് മറുപടി പറഞ്ഞു? സർപ്പം എന്നെ വഞ്ചിച്ചു, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. കണ്ടോ? കുറ്റം വേറൊരാളിൽ ആരോപിക്കുകയാണ്. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വയം കുറ്റമേറ്റെടുക്കാനുള്ള കഴിവില്ല അവർക്ക്. അവരുടെ ജീവിതത്തിൽ മുഴുവനും അസ്വസ്ഥതകളാണ്. സമാധാനമില്ല, സന്തോഷമില്ല. അങ്ങനെ അവരങ്ങനെ ജീവിച്ചു പോരുകയാണ്. ആദത്തിനും ഹൗവായ്ക്കും എത്ര മക്കളുണ്ടായിരുന്നു അറിയാമോ? ഇനി വരുന്ന വീഡിയോയിൽ നമുക്കത് കാണാം. എല്ലാം ശ്രദ്ധിച്ചിരിക്കണം. എത്ര മക്കളുണ്ടായിരുന്നു, അവരുടെ പേരൊക്കെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. റെഡിയാണോ? നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആദാമിനും ഹവ്വയ്ക്കും 2 ആൺമക്കൾ ജനിച്ചു. ആദ്യത്തെ പുത്രന് അവർ കയീൻ എന്നും 2-ാമത്തെ പുത്രന് ആബേൽ എന്നും പേരിട്ടു. കയീൻ ഒരു കർഷകനാണ്. അവൻ ധാന്യങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തു. ആബേൽ ഒരാട്ടിടയൻ. അവൻ വീട്ടിലെ ആട്ടിൻകൂട്ടത്തെ പരിപാലിച്ചു.
കയീനും ആബേലും നല്ല സഹോദരന്മാരായിരുന്നു. പക്ഷേ അവർ ഒരിക്കലും ഒരുമിച്ചിരിക്കാറില്ലായിരുന്നു. എങ്കിലും സഹോദരന്മാരായതുകൊണ്ട് അവർ അന്യോന്യം സ്നേഹത്തോടെ ജീവിച്ചു. ചെറിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. കയീനോടും ആബേലിനോടും മാതാപിതാക്കൾ, അതായത് ആദാമും ഹവ്വയും, ദൈവം അവർക്ക് കൊടുത്ത സന്ദേശം അറിയിച്ചു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാറ്റിനും നന്ദി അർപ്പിക്കുന്നതിനും നമ്മൾ ചെയ്ത പാപത്തിന് എന്തുമാത്രം ഖേദിക്കുന്നു എന്ന് കാണിപ്പാനും ഒരു ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കണം. ദൈവത്തിന് താൻ അർപ്പിക്കുന്ന യാഗം ഏറ്റവും മികച്ചതായിരിക്കണമെന്ന് ആബേൽ കരുതി. എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ദൈവത്തിനായി ചെയ്യും. ഞാൻ അർപ്പിക്കുന്ന യാഗം ദൈവത്തെ സന്തോഷിപ്പിക്കും. അവൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും മികച്ച ഒന്നിനെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. അവൻ ഇഷ്ടപ്പെട്ട ആട്ടിൻകുട്ടിയെ യാഗം ചെയ്യാൻ അവന് പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ ദൈവം ചോദിച്ചത് നൽകാനായി അവനാൽ കഴിയുന്നത്ര അവൻ പരിശ്രമിച്ചു. ആട്ടിൻകുട്ടിയെ ആബേൽ മുഴുവനുമായി ബലിയർപ്പിച്ചത് കയീൻ കണ്ടു. പക്ഷേ അവന്റെ വൈക്കോൽ അഗ്നിക്കിരയാവാതെ അവശേഷിച്ചു. അഗ്നി അതിനെ സ്പർശിക്കുക പോലും ചെയ്തില്ല. അതിനൊരേ ഒരർത്ഥമേ ഉള്ളൂ: ദൈവം ആബേലിനെ മാത്രമേ ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ. ദൈവം എന്തുകൊണ്ടാണ് എന്റെ യാഗം സ്വീകരിക്കാത്തത്? കയീന് അസൂയ തോന്നി. മക്കള് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോ? വീഡിയോയിൽ എന്താ കണ്ടത്? ആദത്തിനും ഹവ്വായിക്കും 2 മക്കള് പിറന്നു. 2 ആൺമക്കള്. ആരൊക്കെയായിരുന്നു? മൂത്തവൻ ആരായിരുന്നു? മൂത്തവൻ കായൻ, രണ്ടാമത്തവൻ ആബേല്. അവര് സഹോദരങ്ങളാണ്. അവർ വളർന്നു വലുതായി. അതിലൊരാൾ കൃഷിക്കാരനായി തീർന്നു. ആരായിരുന്നു? കായൻ കൃഷിക്കാരനും ആബേല് ആട്ടിടയനുമായി തീർന്നു. ഒരു ദിവസം അവർ ബലിയർപ്പിക്കുകയാണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ? അവരെന്തൊക്കെയാണ് ബലിയർപ്പിച്ചത്? ആബേൽ എന്താ ബലിയർപ്പിച്ചത്? ആട്ടിൻകുട്ടിയെ അല്ലേ? ആബേല് തൻ്റെ ആട്ടിൻകുട്ടികളിൽ ഏറ്റവും മെഴുത്തതിനെ ദൈവത്തിന് ബലിയർപ്പിച്ചു. കായേനോ തൻ്റെ വിളവുകളിലെ ഏറ്റവും മോശത്തെ ദൈവത്തിന് കൊടുത്തു. നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെട്ടത്? ആബേലിനെയാണോ? ടീച്ചറിനും ആബേലിനെ ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ മക്കളെ? ആബേല് ഏറ്റവും മികച്ചതിനെ ദൈവത്തിന് കൊടുത്തു. ദൈവവും ആബേലിൻ്റെ ബലിയിലാണ് സംപ്രീതനായത്. കാരണം ആബേല് തൻ്റെ ആട്ടിൻകുട്ടികളിലെ മെഴുത്തതിനെ ദൈവത്തിന് നൽകി. നിങ്ങളുടെ പള്ളിയിൽ തിരുനാൾ ഓർക്കുന്നുണ്ടോ? ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നമ്മുടെ ഇടവകകളിൽ തിരുനാളുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തിരുനാൾ കൂടാൻ അങ്കിളും ആൻറ്റിയും ഒക്കെ പൈസ തരും. ആ പൈസ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക? ഐസ്ക്രീം വാങ്ങിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബലൂണ്, ടോയ്സ് ഒക്കെ വാങ്ങിക്കും. അപ്പോൾ ആ പള്ളി മുറ്റത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? കയ്യും കാലൊക്കെ മേലാത്തവർ, കണ്ണ് കാണാൻ മേലാത്തവർ, പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മക്കളെ, അവർ ദൈവത്തിൻ്റെ സാദൃശ്യം അനുഭവിക്കുന്നവരാ. ദൈവമാണ് അവരിലുള്ളത് അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ ടോയ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ആ പൈസയിൽ കുറച്ച് ഭാഗമെങ്കിലും അവർക്ക് കൊടുക്കാറുണ്ടോ? ദൈവത്തിൻ്റെ മക്കൾ എന്താ ചെയ്യാമെന്നറിയാവോ? തങ്ങൾക്ക് കിട്ടിയ പൈസേനെ വീതിച്ച് കൂടുതൽ ഭാഗം അവർക്ക് കൊടുക്കും. അതിൽ ചെറിയൊരു ഭാഗം നിങ്ങൾക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കും. ഇവിടെ കായേൻ ആബേലിനോട് കോപമായി. എന്തുകൊണ്ടാ? ദൈവം ആബേലിൻ്റെ ബലിയാണ് സ്വീകരിച്ചത്. കായേൻ ഇവനെ കോപിച്ച് അസൂയ പൂണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ് കായേനോട്, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാം വാക്യം. 2 പേരും, കായേന് ആബേലിനോട് അസൂയ തോന്നി. ആബേൽ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ചു. ഒരു ദിവസം കായേൻ ആബേലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമുക്കൊരിടം വരെ പോയാലോ? എൻ്റെ കൂടെ വരാമോ? ആബേൽ സമ്മതിച്ചു. നമുക്ക് പോകാലോ. 2 പേരും അങ്ങനെ നടക്കാനിറങ്ങി. നിങ്ങളുടെ അനിയൻ ഒരു നല്ല ചിത്രം വരച്ചിട്ട് അപ്പച്ചൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുക. അപ്പച്ചൻ അത് നോക്കിയിട്ട് പറഞ്ഞു, നീ മോൻ നന്നായിട്ട് വരച്ചല്ലോ, ചേട്ടനേക്കാളും നന്നായി നീയാ കേട്ടോ വരയ്ക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചേട്ടൻ എന്ത് തോന്നും? എന്നെ അപ്പച്ചന് ഒട്ടും ഇഷ്ടമില്ല, അനിയനെയാണ് ഏറ്റവും ഇഷ്ടം, എന്നോട് ആർക്കും സ്നേഹമില്ല, അങ്ങനെ തോന്നുമോ? അതോ എൻ്റെ അനിയൻ എന്നേക്കാളും നന്നായിട്ട് വരയ്ക്കും,
അവൻ നല്ല മിടുക്കനാ, അവനെ അഭിനന്ദിക്കുമ്പോൾ ഞാൻ അഭിമാനിക്കും. അങ്ങനെ പറയാൻ കഴിയുമോ? ദൈവത്തിൻ്റെ മക്കൾക്ക് അങ്ങനെ പറയാൻ കഴിയും. നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ നന്മയിൽ സന്തോഷിക്കുക വേണ്ടത്. അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ പരീക്ഷ പേപ്പർ കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് ഇച്ചിരി മാർക്ക് കുറവായിരിക്കും. നിങ്ങളുടെ അടുത്ത കൂട്ടുകാരന് നല്ല മാർക്കുണ്ടാവും. അപ്പോൾ അവനോട് പറഞ്ഞു, എടാ മിടുക്കാ, നീ എങ്ങനെയാണ് ഇത്ര മാർക്ക് വാങ്ങിച്ചത്, കൺഗ്രാജുലേഷൻ, അഭിനന്ദനങ്ങൾ എന്ന് പറയാനുള്ളൊരു നല്ല മനസ്സ് നമുക്ക് വേണം. ഇവിടെ നമ്മുടെ കഥയിലേക്ക് പോകാം. രണ്ടുപേരും നടന്ന് ഒരു വയലിൽ എത്തിച്ചേരുകയാണ്. രണ്ടുപേരും വാക്കുതർക്കമുണ്ടാകുന്നു. അവസാനം എന്താ സംഭവിച്ചത്? നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോകാം. നമുക്കല്പം സംസാരിക്കാനുണ്ട്. തീർച്ചയായും സഹോദര, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. നമുക്ക് കുറച്ചു ദൂരം നടന്നിട്ട് വരാം. ഓ, അത് നല്ല കാര്യമാണ്. കയീൻ ആബേലിനെ കുറച്ചു ദൂരം നടക്കാനായി ക്ഷണിച്ചു. തന്റെ കോപം കാരണം ആബേലിനെ താഴെ തള്ളി വീഴ്ത്തി നിർദാക്ഷിണ്യം കൊല ചെയ്തു. തന്റെ തെറ്റിനെക്കുറിച്ച് ബോധ്യമായപ്പോൾ ആരെങ്കിലും താൻ ചെയ്ത കൊല കണ്ടുപിടിക്കുമോ എന്ന് ഭയപ്പെട്ടു. തന്റെ സഹോദരനെ കൊല ചെയ്തതിൽ ഖേദിച്ചു. ഹൗ, ഞാൻ ചെയ്ത ഈ കൊലപാതകം ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. ഈ പരിസരത്ത് ആരും തന്നെയില്ല. കൊള്ളാം, ആരും ഇത് അറിഞ്ഞിട്ടില്ല. ചുറ്റുപാടും നോക്കി ആരുമില്ല എന്നറിഞ്ഞപ്പോൾ ആശ്വാസത്തോടെ അവൻ ദീർഘശ്വാസം വിട്ടു. അപ്പോൾ ദൈവം സംസാരിച്ചു. കയീനെ, നിന്റെ സഹോദരനെവിടെ? അതെനിക്കറിയില്ല. ഞാനെന്താ അവന്റെ വേലക്കാരനാണോ? കയീനെ, നീ എങ്ങനെ സഹോദരനോട് ഇത്ര ക്രൂരമായി പെരുമാറി? അവൻ ചെയ്ത തെറ്റെന്താണ്? അവൻ എനിക്കും മാതാപിതാക്കൾക്കും നിനക്കും വേണ്ടിയല്ലേ തന്നെക്കൊണ്ടാവുന്നത് ചെയ്തത്? മക്കളെ, എന്താണ് ആ വീഡിയോയിൽ കണ്ടത്? നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയാണോ? അവർ കൂട്ടുകൂടിയോ? ഇല്ല അല്ലേ? എന്താ സംഭവിച്ചത്? കായേൻ ആബേലിനെ കൊന്നു. സഹോദരനെ അവിടെ കൊല്ലുകയാ ചെയ്തത്. നമുക്ക് ജീവൻ നൽകിയതാരാ? ഒന്നാം പാഠത്തിൽ നമ്മൾ പഠിച്ചു, ദൈവം അല്ലേ? ദൈവത്തിന് മാത്രമാണ് നമ്മുടെ ജീവൻ തിരിച്ചെടുക്കാനും അധികാരമുള്ളൂ. നമ്മൾ നമ്മുടെ ജീവന്റെ കാവൽക്കാരാ. നമ്മുടെ മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടമുള്ളവരുടെ ജീവന്റെ കാവൽക്കാരുകൂടിയാണ് നമ്മളത് മറക്കരുത്. പക്ഷേ കായേൻ അത് മറന്നു. കായേൻ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരൻ ആബേലിനെ കൊന്നു. കായേൻ വിചാരിച്ചു, ഞാനീ കൊന്നത് ആരും കണ്ടില്ലെന്ന്. പക്ഷേ ദൈവമെല്ലാം അറിയുന്നവനാ. ദൈവമെല്ലാം കണ്ടു. ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവം ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അപ്പോഴെന്താണ് കായേൻ മറുപടി പറഞ്ഞതെന്നറിയാമോ? ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് പറയുക, എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എത്ര ധിക്കാരത്തോടെ ദൈവത്തോട് മറുപടി പറയുന്നത് നോക്കിക്കേ. ദൈവത്തിൽ നിന്നും കായേനാകുന്നു, സഹോദരങ്ങൾ തമ്മിലാകുന്നു, സ്വയം വെറുക്കപ്പെട്ടവനായി തീർന്നു. നോക്കിക്കേ, സ്വയം വെറുക്കപ്പെട്ടവനായി തീരുകയാണ് കായേൻ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വഴക്ക് കൂടിക്കഴിയുമ്പം അമ്മ വടിയെടുത്തുകൊണ്ട് വരുമ്പം നിങ്ങൾ എല്ലാ ഭാഗത്തേക്ക് ഓടി ഒളിക്കും അല്ലേ? എന്തുകൊണ്ടാ? നിങ്ങൾക്ക് പേടിയാ. മമ്മി അടിക്കുവോ വഴക്ക് പറയുമെന്ന് പേടിയാ. അതുപോലെ തന്നെ കായേൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ സന്നിധി വിട്ടിട്ട് ഏദേൻ്റെ കിഴക്ക് വശത്ത് നോദ് ദേശത്തേക്ക് ഓടി ഒളിക്കുക. ഏത് ദേശത്തേക്കാണ് ഓടി ഒളിച്ചത്? നോദ് ദേശത്തേക്ക് ഓടി ഒളിക്കുക. നോക്കിക്കേ മക്കളെ, ആദിമാതാപിതാക്കൾ പാപം ചെയ്തു. അവരുടെ ഒരു മകനായ കായേൻ പാപം ചെയ്തു. അങ്ങനെ സന്തതി പരമ്പരകളെല്ലാം പാപം ചെയ്തു വരിക. ദൈവം നോക്കാൻ നേരത്ത് ദൈവം പരിതപിക്കുകയാണ്. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം ഒത്തിരിയേറെ വേദനിക്കുകയാണ്. ആ ഹൃദയം വേദനിച്ചു. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ഈ കഥ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ട് കേട്ടാലോ? ഉഷാറായോ? എല്ലാവരും ഒന്ന് ചാടിയിരുന്നേ. ഓക്കെ, എല്ലാവരും പാട്ട് കേട്ട് ആ പാട്ടിനോടൊപ്പം നിങ്ങളും പാടണം കേട്ടോ. മക്കളാം നമ്മൾ തൻ പാപങ്ങൾ ദൈവത്തെ വേദനിപ്പിച്ചിടും. ദൈവത്തിൽ നിന്നുമകന്നാലോ സോദരരന്യരായി തീർന്നിടും. മക്കളാം നമ്മൾ തൻ പാപങ്ങൾ ദൈവത്തെ വേദനിപ്പിച്ചിടും. ദൈവത്തിൽ നിന്നുമകന്ന
എന്നാലോ സോദരരന്യരായി തീർന്നിടും. പാപങ്ങൾ ചെയ്തെന്റെ താതനെ വേദനിപ്പിക്കില്ലൊരിക്കലും. പാപങ്ങൾ ചെയ്തെന്റെ താതനെ വേദനിപ്പിക്കില്ലൊരിക്കലും. ചിതമായി നീ വർത്തിക്കുമെങ്കിലോ ദൈവത്തിൻ സംപ്രീതി നേടിടാം. ചിതമായി നീ വർത്തിക്കുമെങ്കിലോ ദൈവത്തിൻ സംപ്രീതി നേടിടാം. പാട്ടൊക്കെ കേട്ട് ഉഷാറായിട്ടിരിക്കുമല്ലേ? ഇനി മക്കളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ലെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്, ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തുള്ളവരാരൊക്കെയാ? നമ്മുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, അധ്യാപകർ, മുതിർന്നവർ, സഹോദരങ്ങളൊക്കെയാണ്. നിങ്ങളെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാറുണ്ടോ? അധ്യാപകർ പറയുന്നത് അനുസരിക്കാറുണ്ടോ? കൃത്യമായി പഠിച്ചിട്ട് വരാൻ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് വരാറുണ്ടോ? ചേട്ടനെയും ചേച്ചിയും ബഹുമാനിക്കാറുണ്ടോ? അവരോട് വഴക്ക് കൂടി അപമര്യാദയായി പെരുമാറാറുണ്ടോ? കൂട്ടുകാർ തമ്മിൽ നിങ്ങൾ കൂടുമ്പോൾ വഴക്ക് കൂടാറുണ്ടോ? ഉണ്ടല്ലേ? അറിയാതെ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ശരിക്കും ആരാ വേദനിക്കുന്നത്? പിതാവായ ദൈവമാണ്. ആ ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റുമക്കളെ. അപ്പം ടീച്ചർ ആദ്യം പറഞ്ഞ ചോദ്യം ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കാറുണ്ടോ? ഉണ്ടല്ലേ? നമ്മൾ അറിയാതെ ചെയ്തു പോയതാ. നിങ്ങൾ കുഞ്ഞു മക്കളാ, നിങ്ങൾ നിഷ്കളങ്കരാ, 3ാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ. അറിയാതെ ചെയ്തു പോയി. ഇതൊക്കെ തെറ്റാണോ ഇല്ലയോ നിങ്ങൾക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് ആ തെറ്റിനെക്കുറിച്ച് ഒരു ചെറിയ ബോധ്യം കിട്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ ഇതുവരെ ചെയ്ത തെറ്റിനെക്കുറിച്ചൊന്ന് ഓർക്കണ്ടേ? മക്കൾ ഇരിക്കുന്നിടത്ത് തന്നെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാമോ? കൈകളൊക്കെ ഒന്ന് കൂപ്പി കണ്ണടച്ചിട്ടൊന്നിരിക്കാമോ? നമ്മൾ ചെയ്ത ആ തെറ്റുകളെക്കുറിച്ചൊന്ന് ഓർത്തേ. ആർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പപ്പയോടോ മമ്മിയോടോ ചേട്ടനോടോ ചേച്ചിയോടോ ഒക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞാൻ എൻ്റെ പപ്പയോടും മമ്മിയോടും ഒക്കെ വഴക്കിട്ടിട്ടുണ്ട്. അവർ പറയുന്നത് അനുസരിക്കാതിരുന്നിട്ടുണ്ട്. അധ്യാപകരെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങയെ വേദനിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനി ഒരിക്കലും അങ്ങയെ വേദനിപ്പിക്കാതെ അങ്ങേക്ക് ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. മക്കളെ, നമ്മളിപ്പോൾ ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് കണ്ടത്? ആദത്തിൻ്റെയും ഹവ്വായ്ക്ക് 2 മക്കളുണ്ടായി അല്ലേ? ആരൊക്കെയായിരുന്നു? കായേനും ആബേലും. അതിൽ കൃഷിക്കാരൻ ആരായിരുന്നു? കായേൻ. ആട്ടിടയനോ? ആബേല്. അവർ 2 പേരും ദൈവത്തിന് കാഴ്ചവെച്ചു. ആരുടെ ബലിയാണ് ദൈവം സ്വീകരിച്ചത്? ആബേലിൻ്റെ ബലി അല്ലേ? എന്തുകൊണ്ടാണ് ആബേലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായത്? ആബേല് തൻ്റെ ആട്ടിൻകുട്ടികളിൽ ഏറ്റവും നല്ലതിനെ ദൈവത്തിന് കൊടുത്തു. കായേന് അതിനുശേഷം ആബേലിനോട് എന്താ തോന്നി? അസൂയ, കോപം, വെറുപ്പൊക്കെ തോന്നി അല്ലേ? അപ്പോൾ ദൈവം കായേനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? പിന്നൊരു വാക്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു വാക്യമുണ്ട്. എന്തായിരുന്നു അത്? നീയും പ്രവർത്തിച്ചിരുന്നാൽ സ്വീകാര്യനാവുകയില്ലേ? നീയും നന്നായി പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ സ്വീകാര്യനാവുകയില്ലേ? നീയും ഉചിതമായി പ്രവർത്തിച്ചാൽ സ്വീകാര്യനാവുകയില്ലേ? അല്ലേ? ഏതായിരുന്നു വാക്യം എന്ന് ഓർമ്മയുണ്ടോ മക്കളെ? ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാം വാക്യം. അവസാനം എന്ത് ചെയ്തു? കായൻ ആബേലിനെ കൊല്ലുകയാണ് അല്ലേ? കായൻ ചെയ്ത പാപം എന്താണ്? കായൻ ആബേലിനെ കൊന്നു. അവർ ആ കൊന്നതിന് ശേഷം കായൻ എങ്ങോട്ട് പോയി? നോദ് ദേശത്തേക്ക് പോയി. ആബേലിനെ കൊന്നതിന് ശേഷം ദൈവം കായനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ ആബേൽ എവിടെയെന്ന്. അപ്പം എന്താണ് മറുപടി കൊടുത്തത്? എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റെന്താണെന്നാണ് ടീച്ചർ പറഞ്ഞത്? ദൈവത്തെ വേദനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല.
ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 1 മുതൽ 16 വരെ നിങ്ങൾ വായിക്കണം. ഈ ഒരാഴ്ച കൊണ്ട് പല തവണ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തൊക്കെ നിങ്ങൾ തന്നെ വായിക്കണം. കൂടാതെ ഒരു പ്രവർത്തനം അവിടെ പറയുന്നുണ്ട്. പദപ്പെട്ടി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 20 ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരൊക്കെ ഒന്ന് തുറന്നു നോക്കിക്കേ. അതിനകത്ത് 4 വാക്കുകളാണ് പറയുന്നത്. ആബേല്, കായേൻ, ദൈവം, കാഴ്ച. അപ്പോൾ ഒരു ഖണ്ഡിക ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൽ ഈ വാക്കുകൾ ഉൾപ്പെടുത്തി ആ ഖണ്ഡിക നിങ്ങൾ പൂർത്തിയാക്കണം. ചെയ്യുമോ? ചെയ്തിട്ട് എന്ത് ചെയ്യണം? ടീച്ചർമാർക്കത് അയച്ചു കൊടുക്കണം. നോട്ട്ബുക്കിൽ എഴുതേണ്ട ചോദ്യോത്തരങ്ങൾ ഏതാണെന്ന് മനസ്സിലായില്ലേ? ഏതൊക്കെയായിരുന്നു? ദൈവം ആബേലിൽ സംപ്രീതനായത് എന്തുകൊണ്ട്? അറിയാം അല്ലേ? രണ്ടാമത്തെ എന്താണ്? കായൻ ചെയ്ത പാപം. കായൻ ആബേലിനെ കൊന്നു. പിന്നെ എന്താണ്? കായൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം നിന്റെ സഹോദരൻ ആബേൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരവില്ലേ? എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന് ചോദിക്കുന്ന ആ ഭാഗം അതൊക്കെ ഉൾപ്പെടുത്തി നോട്ട്ബുക്കിലും എഴുതണം. നമ്മൾ ഈ പാഠത്തിൽ നിന്ന് കിട്ടേണ്ട ബോധ്യം എന്താണ് മക്കളെ? ഞാൻ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കും, പറ്റുന്ന പോലെ അവരെ ഞാൻ സഹായിക്കും. നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമാണോ? അല്ല അല്ലേ? നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ അയൽക്കാർ, നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ ആരെയെങ്കിലും കളിയാക്കി ചിരിക്കുമ്പോൾ, കൂട്ടുകൂടുമ്പോൾ, മറ്റുള്ളവരെ നോക്കി നമ്മൾ കളിയാക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി അതറിയുമ്പോൾ അവനത് വേദനയാകും. നമ്മുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതായിരിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതായിരിക്കണം. അപ്പോഴാണ് നമ്മൾ പഠിച്ച ബൈബിൾ വാക്യം ഏതായിരുന്നു? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഉൽപ്പത്തി 4:7. അപ്പം അവിടെ നീ എന്നുള്ളിടത്ത് എന്താക്കി മാറ്റണം? ഞാനെന്നാക്കിയിട്ട് മക്കളൊന്ന് ഉറക്കെ പറയാമോ? ഉചിതമായി പ്രവർത്തിച്ചാൽ ഞാനും ദൈവത്തിന് സ്വീകാര്യനാകും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.